Application 2, 1:1:√2, 1:√3:2 എന്ന റേഷ്യോസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ 2ൽ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ് കാണുന്നത്. ഏതൊരു ട്രയാങ്കിളിന്റെയും ഏരിയ കാണണമെങ്കിൽ നമുക്കൊരു ഫോർമുലയുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്? ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ട്രയാങ്കിൾ എ ബി സി ആണെങ്കിൽ ഇവിടെ ഈ ട്രയാങ്കിളിൽ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ബി സിയുടെ ലെങ്ത് ആണ്. ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർട്ടെക്സിൽ നിന്ന് ബി സിയിലേക്കുള്ള ലെങ്ത്, ലംബ ദൂരം, പെർപെൻഡിക്കുലർ ലെങ്ത് ആണ് ഹൈറ്റ്. അതായത് ഇവിടെ എ ഡി എന്ന് എഴുതിയാൽ എ ഡി. സോ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടാൽ അപ്പോൾ എഴുതി വെച്ചോളാം ഫോർമുലയ്ക്ക് മാർക്ക് കിട്ടും. ഹാഫ് ബി എച്ച്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 102 വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലം ആണിത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് ഈച്ച് സൈഡ് 4 സെന്റിമീറ്റർ. ഓരോ വശവും 4 സെന്റിമീറ്റർ ഉള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക. ഇപ്പോൾ റഫ് ഫിഗർ വരച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. കറക്റ്റ് മെഷർമെന്റിൽ 4 ഒന്നും എടുത്ത് വരയ്ക്കണമെന്നില്ല, റഫായിട്ടൊരു ഫിഗർ വരച്ചാൽ മതി. സോ ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. റഫായിട്ടൊരു ഫിഗർ ആണ് വരച്ചത്. സോ ട്രയാങ്കിൾ എ ബി സി എന്ന് നമുക്കിതിന് പേര് കൊടുക്കാം. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യം അറിയാം, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഒരു സൈഡ് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ 3 സൈഡ്സും എന്ത് തന്നെയാണ്? 4 സെന്റിമീറ്റർ ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണാണ്. ഓരോ ആംഗിൾസിന്റെയും പ്രത്യേകത എന്താണ്? 3 ആംഗിൾസും 60 ഡിഗ്രി വീതമായിരിക്കും. ഇതാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പരപ്പളവാണ്, ഏരിയ കണ്ടുപിടിക്കണം. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, ഏരിയ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ഹാഫ് ബി എച്ച് അല്ലാതെ തന്നെ ഒരു ഫോർമുല ഉണ്ട്. √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. ഒരു സൈഡ് അറിയാമെങ്കിൽ √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ വെച്ച് നമുക്ക് കാണാം. ഈ ക്വസ്റ്റിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റേഷ്യോ ഉപയോഗിച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് SSLC എക്സാമിന് ഈ തരത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താം. പക്ഷെ നിങ്ങൾ റേഷ്യോ ഉപയോഗിച്ചിട്ട് തന്നെ പ്രോബ്ലം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ √3/4 സൈഡ്, ഒരു സൈഡിന്റെ ലെങ്ത് 4 ആണ്. സോ 4 സ്ക്വയർ എന്ന് വരും. സോ √3/4, 4 സ്ക്വയർ 16 ആണ്. 4ഉം 16ഉം 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. സോ നമുക്ക് ആൻസർ 4√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഈ ആൻസർ നമ്മൾ റേഷ്യോ ഉപയോഗിച്ചിട്ട് എങ്ങനെ കാണുമെന്ന് നോക്കാം. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ is equal to, ആദ്യം തന്നെ ഫോർമുല എഴുതി വെക്കുക. എന്താണ്? ഹാഫ് ബി എച്ച്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു തന്ന ട്രയാങ്കിളിന്റെ ബേസ് എന്താ? ബി സി ആണ്, ബി സി. ഹൈറ്റ് എന്താ? ഹൈറ്റ് നമ്മൾ വരയ്ക്കണം അല്ലെ. സോ 3ാമത്തെ വേർട്ടെക്സിൽ നിന്ന് കറക്റ്റ് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. സോ അതിന് നമുക്ക് ഡി എന്ന് കൊടുക്കാം. സോ എ ഡി എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ആ എ ഡിക്ക് എച്ച് എന്ന് നമുക്ക് കൊടുക്കാം. ബിക്കോസ് ഹൈറ്റ് ആണ്. സോ നമുക്ക് അവിടെ എച്ച് എന്ന് കൊടുക്കാം. സോ ഹാഫ് ഇൻറ്റു ബി സിയുടെ ലെങ്ത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 4 ആണെന്ന്. എ ഡി നമുക്ക് എച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഹാഫ് ഓഫ് 4 എന്ന് പറഞ്ഞ 2 ആണ്. സോ 2h എന്ന് കിട്ടും. ഇനി എച്ചിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. എച്ചിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞപ്പോൾ തന്നിരിക്കുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിള്
ഒരു ഭാഗം ഒരു രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ADB. ട്രയാങ്കിൾ ADB എടുക്കുമ്പോൾ അവിടെ ആംഗിൾസിൽ ഒരു ആംഗിൾ 60 ആണ്, ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ബിക്കോസ് ദിസ് ഇസ് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാകുമ്പോൾ അതിലെ ആംഗിൾസ്, ആ ട്രയാങ്കിളിലെ ആംഗിൾസ് ഏതായിരിക്കും? 30, 60, 90 ആയിരിക്കും. റേഷ്യോ അപ്പോൾ 1:√3:2 എന്ന് വരും. നമുക്ക് ആ ട്രയാങ്കിൾ അറിയാവുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. അത് എത്രയാണ്? 4 എന്ന് വന്നിട്ടുണ്ട്. അതായത് 2 4 ആയത് ഇൻറ്റു ചെയ്യുമ്പോഴാണ്. സോ √3നെ ഇൻറ്റു 2 ചെയ്യുക, 2√3 കിട്ടും. 1നെയും ഇൻറ്റു 2 ചെയ്യുക, സോ 2 കിട്ടും. സോ ഈ ട്രയാങ്കിളിൽ, തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ നമുക്ക് വേണ്ടത് H ആണ്. അതായത് 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എത്ര വരിക? 2√3. സോ H is equal to എന്ത് വരും? 2√3 സെന്റിമീറ്റർ വരും. Therefore area is equal to 2H എന്നാണ് എഴുതിയത്. സോ 2 ഇൻറ്റു Hന്റെ സ്ഥാനത്ത് 2√3 കൊടുക്കാം. 2 ഇൻറ്റു 2√3 എന്ന് പറയുമ്പോൾ 4√3 സെന്റിമീറ്റർ സ്ക്വയർ ഓർ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇതാണ് ആൻസർ. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1, പേജ് നമ്പർ 103. 103-ാം പേജിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇൻ ദ ട്രയാങ്കിൾ ഷോൺ വാട്ട് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ്? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? സോ ഇവിടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ മുകളിലെ മൂലയിൽ നിന്ന് താഴത്തെ വശത്തേക്കുള്ള ലംബ ദൂരം എത്രയാണ്? ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? സോ നമുക്ക് എളുപ്പത്തിന് ട്രയാങ്കിളിന് പേര് കൊടുക്കാം. ABC എന്നൊക്കെ കൊടുക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോപ്പ് വെർട്ടെക്സ് ആയ എയിൽ നിന്ന് ബോട്ടം സൈഡായ സിയിലേക്കുള്ള ലെങ്ത്, നമുക്ക് BCയിലേക്കുള്ള ലെങ്ത് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് 4 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ ആണ്. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു ആംഗിൾ 120 കിട്ടി. ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി വേണം. ഇത് 120 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് 60 ആയിരിക്കണം. ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ബിയും സിയും ഈക്വലും അവയുടെ തുക 60യുമായി വരുന്ന ആംഗിൾസ് 30 ആണ്. 30. ആ ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. സോ 120 ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 60 വരും വേണം. അത് രണ്ട് ഈക്വലും ആവണം. ആ രീതിയിലുള്ള രണ്ട് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ 30യും 30യുമാണ്. സോ നമുക്ക് ഇനി ഈ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ AD എന്ന് പേര് കൊടുത്താൽ അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയി മാറി. അവിടെ നിന്ന് നമുക്ക് ആ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി വി കൺസിഡർ ട്രയാങ്കിൾ ADB. ട്രയാങ്കിൾ ADBയിൽ ADBയോ ADCയോ പരിഗണിക്കാം. നമ്മളിവിടെ ADB പരിഗണിച്ചു. ഓക്കെ, ബിക്കോസ് AD അത് രണ്ട് ട്രയാങ്കിളിലും വരും. സോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്കിവിടെ ADB എടുക്കാം. ഓക്കെ, ട്രയാങ്കിൾ ADBയിൽ ഉള്ള ആംഗിൾസ് ഒന്ന് 30 ആണ്. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ആണ്. സോ ഒന്ന് 30 90 ആകുമ്പോൾ മറ്റേ ആംഗിൾ എന്തായിരിക്കണം? 60 ആയിരിക്കണം. സോ അതിലെ ആംഗിൾസ് 30, 60, 90 ആണ്. സോ റേഷ്യോ സൈഡ്സ് 1:√3:2 ആണ്. സോ ഇവിടെ നമുക്കറിയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് അറിയാം 4. സോ ഇവിടെ 2ന്റെ സ്ഥാനത്ത് നമുക്ക് 4 ഇടാം. 2 4 ആയത് ഇൻറ്റു 2 ചെയ്തപ്പോഴാണ്. സോ √3നെ ഇൻറ്റു 2 ചെയ്യുക, 2√3 കിട്ടും. 1നെ ഇൻറ്റു 2 ചെയ്യുക, സോ 2 കിട്ടും. ഇനി നമുക്ക് ആ ട്രയാങ്കിളിലെ 3 സൈഡും എഴുതി വെക്കാം. 30ക്ക് ഓപ്പോസിറ്റ് 2 വേണം. സോ ഇത് 2 കിട്ടും. 60ക്ക് ഓപ്പോസിറ്റ് 2√3 വേണം. സോ 60 ഇതാണ് 60 വരിക. 60ക്ക് ഓപ്പോസിറ്റ് 2√3 വരും. 90ക്ക് ഓപ്പോസിറ്റ് 4. അത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ ആൻസർ എഴുതി നമുക്ക് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി. സോ therefore the answer perpendicular distance from top vertex ഇവിടെ A ആണ്. from A to bottom side BC is equal to ഫിഗർ നോക്കാം 2 സെന്റിമീറ്റർ. എല്ലാ മെഷർമെന്റും സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ആൻസർ ആയിരുന്നു. സോ അതിനെ ബോക്സിലൊക്കെ ഇട്ടാൽ വാല്യൂ ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. സോ BC is equal to 2 സെന്റിമീറ്റർ. ഫസ്റ്റ് പാർട്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ?
ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് കണ്ടാൽ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് കണ്ടാൽ അപ്പൊ തന്നെ ഫോർമുല എഴുതി വെക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. സോ ഫിഗർ നോക്കിയിട്ട് ബി എന്താ എച്ച് എന്താന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി സി ആണ്, ബേസ് ആണ്. അപ്പൊ ബി സിയുടെ ഫുൾ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല, നമുക്ക് അറിയില്ല, പകുതിയെ നമുക്ക് അറിയുള്ളൂ. ഓക്കെ, സോ നമുക്ക് അവിടെ ബി സി എന്ന് തന്നെ എഴുതി വെക്കാം. ഹൈറ്റ് ആ പെർപെൻഡിക്കുലർ ആണ്, അതിന്റെ ലെങ്ത് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു 2 എന്ന്. സോ നമുക്ക് അവിടെ 2 എന്ന് എഴുതാം. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു 2, 2 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം, ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന്. സോ നമുക്ക് ബി സി ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ബി സിയുടെ ലെങ്ത്തിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, സോ നമുക്ക് ബി സിയുടെ കംപ്ലീറ്റ് ലെങ്ത് കിട്ടണമെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ ലെങ്ത്തും കൂടെ ആവശ്യമാണ്. സോ അതിനു വേണ്ടി വി കൺസിഡർ ദിസ് പാർട്ട് ഓഫ് ദ ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, സോ ഇൻ triangle ADC you can see the angles. What are the angles? 30, ഇത് 90 ആണ്. സോ ഈ ആംഗിൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? 60 ആയിരിക്കും. സോ 30 60 90 റേഷ്യോ വരുമ്പോൾ 1:√3:2 വരും. നമുക്ക് അറിയാവുന്ന സൈഡ് നോക്കാം. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അറിയാം 2 എന്ന്. സോ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2 എഴുതാം. 90ക്ക് ഓപ്പോസിറ്റ് 4ഉം അറിയാം. അപ്പൊ നോക്ക്, 1 2 ആയി 2 4 ആയി. രണ്ടും ആകുന്നത് എങ്ങനെയാണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ √3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2√3 കിട്ടും. സോ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിന്റെ ലെങ്ത് 2√3 ആയിരിക്കും. ഓക്കെ, സോ 2√3 പ്ലസ് വേറൊരു രീതിയിലും ചെയ്യാം. ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. സോ ആ ഓൾട്ടിറ്റ്യൂഡ് ബേസിനെ ബൈസെക്ട് ചെയ്യും, രണ്ട് ഭാഗവും ഈക്വലി. സോ ഇത് 2√3 ആകുമ്പോൾ ഇത് 2√3 തന്നെയായിരിക്കും ഈ ഒരു ക്വസ്റ്റിനകത്ത്. ഇത് സാധാരണ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യുന്ന മെത്തേഡിലാണ് ഇവിടെ പറഞ്ഞു തന്നത്. സോ ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാമായിരുന്നു. 2√3 വന്നാൽ ഇതും എന്ത് തന്നെയാണ്? 2√3 തന്നെയാണ് വരിക. സോ നമുക്ക് ഡി സിയുടെ ലെങ്ത് കിട്ടി. ഡി സി ഇസ് ഈക്വൽ ടു 2√3. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ബി സി. ബി സി ഇസ് ഈക്വൽ ടു എന്ത് വരും? ബി ഡി പ്ലസ് ഡി സി. ബി സി ഇസ് ഈക്വൽ ടു 4√3. ഫോർ ബി സി ഇസ് ഈക്വൽ ടു BD plus DC 2√3 plus 2√3. രണ്ടിടത്തും √3 ഉള്ളതാണ്. സോ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. 2 + 2 4, അതേ √3 എഴുതി വെക്കാം. 4√3 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറഞ്ഞത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ബി സി ആണെന്ന് എഴുതിയിട്ടുണ്ട്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 4√3. ബി സിയുടെ അതേ മെഷർമെന്റ് തന്നെയാണ് വരിക. ബട്ട് ദിസ് ഇസ് ഏരിയ ആണ്. സോ യൂണിറ്റ് മാറും, സ്ക്വയർ സെന്റിമീറ്റർ ആണ്. സോ സ്ക്വയർ സെന്റിമീറ്റർ എഴുതാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. സോ ആൻസർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 5 പേജ് നമ്പർ 104. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഷോൺ. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, 45 ഡിഗ്രിയും 60 ഡിഗ്രി. ഈ ട്രയാങ്കിളിന്റെ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. നമുക്ക് ട്രയാങ്കിളിന് പേര് കൊടുക്കാം ABC. ഓക്കെ, ഇപ്പൊ ബേസ് ആണ് BC. ഓക്കെ, ഇപ്പൊ ഏരിയ ആണ് കാണേണ്ടത്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഫോർമുല എഴുതാം, ഹാഫ് BH. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ബേസ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, BC ആണ്. ഹൈറ്റ് തന്നിട്ടില്ല. സോ നമുക്ക് ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഒരു വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് അതിന്റെ ഹൈറ്റ് ആയിട്ട് വരിക. സോ നമുക്ക് ഹൈറ്റിന് H എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഹാഫ് BC ഇൻറ്റു H. സോ ഹാഫ് ഇൻറ്റു BCയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് അത് എഴുതി വെക്കാം. 4 സെന്റിമീറ്റർ ആണ് ഇൻറ്റു H. ഹാഫ് ഓഫ് 4 എന്ന് പറഞ്ഞ 2 ആണ്. സോ 2H സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആയിട്ട് വരിക. സോ നമുക്ക് ആദ്യം ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു പെർപെൻഡിക്കുലർ ഈ ഹൈറ്റ് വരച്ച സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ADB ആണ്, രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ ADC ആണ്. ഓക്കെ, ഇവിടെ BD എത്രയാണ് DC എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് മൊത്തം 4 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഇത് എത്ര വെച്ചിട്ടാണ് ഇതിനെ ഈ D എന്ന് പറഞ്ഞ പോയിന്റ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ നമുക്ക് അതിലേക്കൊന്നും പോണ്ട. നമ്മൾ ആദ്യം ട്രയാങ്കിൾ ADB എടുക്കുന്നു. രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ADBയും ട്രയാങ്കിൾ ADCയും. ഈ രണ്ട് ട്രയാങ്കിളിനെ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം H നമുക്ക് കണ്ടുപിടിക്കും.
ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ട്രയാങ്കിളിലെ ആംഗിൾസ് ഏതായിരിക്കും? ഒരു ആംഗിൾ 45 ആണ്, ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ മറ്റേ ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി. സോ ഇവിടുത്തെ ആംഗിൾസ് 45, 45, 90 ആണ്. സോ റേഷ്യോ വരുമ്പോൾ എന്ത് വരും? 1:1:√2 വരും. ഇവിടെ ഒരു സൈഡും നമുക്ക് അറിയോ? ആകെ അറിയാവുന്നത് 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എച്ച് മാത്രം നമുക്കറിയാം. അപ്പൊ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എച്ച് ആണ്. സോ നമുക്ക് 1ന്റെ നേരെ താഴെ ഒരു എച്ച് എഴുതാം. സോ 1 എച്ച് ആവണമെങ്കിൽ ഇൻറ്റു എച്ച് ചെയ്യണം. സോ 1നെയും എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എച്ച് വരും, √2നെ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √2 എച്ച് വരും. ഓക്കെ. സോ ഇവിടെ എച്ച് വരുന്നു, ഈ 45 ഇവിടെ ഇതും എച്ച് തന്നെയാകുന്നു, ഈ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് √2 എച്ച് ആകുന്നു. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പരിഗണിക്കുക. അതിനു മുമ്പ് ഇതൊന്ന് എഴുതി വെക്കാം. ഈ എച്ച് എന്ന് പറയുന്നത് എ ഡി ആണ്. ഓക്കെ. എ ഡി ഇസ് ഈക്വൽ ടു എച്ച്, ബി ഡി ഇസ് ഈക്വൽ ടു എച്ച്, എ ബി ഇസ് ഈക്വൽ ടു √2 എച്ച്. ഓക്കെ. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കൂ. രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 60 ആണ്, ഇത് 90 ആകുമ്പോൾ മറ്റേ ആംഗിൾ എന്ത് വരും? 30 വരും. സോ 30, 60, 90 ആണ് ആംഗിൾസ് വരിക. സോ റേഷ്യോ 1:√3:2 ആണ്. നമുക്കറിയാവുന്നത് 60യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് എച്ച് ആണല്ലോ. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് √3 ആണ്. √3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വേണം? എച്ച് വേണം. സോ √3 എച്ച് ആവുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? h/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് √3 എച്ച് ആവുന്നത്. √3 × h/√3 ചെയ്യുമ്പോൾ നമുക്ക് എച്ച് കിട്ടും. നോക്കിയോ, √3നെ h/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എച്ച് കിട്ടും. സോ ഈ 1നെയും h/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ h/√3 കിട്ടും. 2നെയും h/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2h/√3 കിട്ടും. സോ ഈ ട്രയാങ്കിളിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എച്ച്, അത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് h/√3. സോ ഇത് h/√3 ആണ് വരിക. ഓക്കെ. ഇനി 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 2h/√3. ഇവിടെ നിന്ന് നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമുക്കറിയാം ബി സിയുടെ മൊത്തം നീളം 4 സെന്റിമീറ്റർ ആണ്. അതായത് ഇത്രയും എച്ച് എന്നും ഇത്രയും h/√3 എന്നും തന്നിട്ടുണ്ട്. സോ h + h/√3 ആണ് 4 സെന്റിമീറ്റർ. ഓക്കെ. സോ ഫ്രം ദ ഫിഗർ BC is equal to 4 centimeter. BC നെ നമുക്ക് എങ്ങനെ എഴുതാം? that is BD plus DC is equal to ആണ് 4 centimeter. BD എത്രയാണ്? H. കണ്ടോ ഇവിടെ എഴുതിയത്. DC എത്രയാണ്? h/√3. സോ h + h/√3 ആണ് 4. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിനെ രണ്ടിനെ നമുക്ക് ആഡ് ചെയ്യണം. നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഉള്ള 2 ടേംസ് ഉണ്ട് ആണല്ലോ. അപ്പൊ ഇതിനെ രണ്ടിനെ നമുക്ക് ആഡ് ചെയ്യണം. സോ ഇവിടെ ഡിനോമിനേറ്റർ ഒന്നുമില്ല, അപ്പൊ 1 എന്ന് പരിഗണിക്കുക. ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്, √3 ആണ്. സോ √3 ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കും. എന്നിട്ട് ഈ ഹോൾ നമ്പറിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ h × √3 √3h പ്ലസ് ഇതേ എച്ച് തന്നെ ഇവിടെ എഴുതും. ഓക്കെ. ഇസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ ഈ √3നെ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. √3 ഇവിടെ ഡിവൈഡ് ചെയ്യുക ചെയ്തിരിക്കുന്നത്, അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് √3h + h is equal to 4√3 എന്ന് വരും. എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 ടേമിലെ എച്ച് ഉണ്ട്. സോ നമുക്ക് എച്ചിനെ പുറത്തേക്ക് എടുക്കാം. എച്ചിനെ നമ്മൾ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇവിടെ √3hനെ ഔട്ട്സൈഡ് എടുക്കാന്ന് പറഞ്ഞാൽ ഓരോ ടേമിൽ നിന്നും എച്ച് ഡിവൈഡ് ചെയ്യാന്നാണ് അർത്ഥം. ഓക്കെ. √3hനെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ √3 ബാക്കി, എച്ചിനെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബാക്കി. സോ നമുക്ക് ഇസ് ഈക്വൽ ടു 4√3 എന്ന് വരും. ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എച്ച് കാണണമെങ്കിൽ ഈ √3 + 1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. h is equal to റൈറ്റ് സൈഡിൽ 4√3 ഉണ്ട്. ഇവിടെയുള്ള √3 + 1നെ ഒരുമിച്ച് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഈ √3 + 1നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താക്കണം? ഡിവൈഡഡ് ബൈ √3 + 1 എന്ന് എഴുതും. അപ്പൊ എച്ച് നമുക്ക് കിട്ടി. h is equal to 4√3/√3 + 1. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഏരിയ കാണണം. therefore ഏരിയ is equal to, ഏരിയ നമ്മൾ ഇവിടെ 2h എന്ന് പറഞ്ഞ് നിർത്തിയേക്കാണ്. സോ 2 × h എന്താണ്? 4√3/√3
√3 പ്ലസ് 1 ആണല്ലോ. സോ 2 × 4 √3 8 √3 ബൈ √3 പ്ലസ് 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന ആൻസർ വരും. സാധാരണഗതിയിൽ ഡിനോമിനേറ്റർ പാർട്ടിൽ നമ്മൾ √3 എഴുതാറില്ല. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, എക്സാം എഴുതുന്ന സമയത്ത് ടൈം ഉണ്ടെങ്കിൽ √3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 8 × √3യുടെ വാല്യൂ നമ്മൾ 2 ഡെസിമൽ പ്ലേസസിന് കണക്കാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. 1.73 ആണ്. ഓക്കെ, സോ √3യുടെ സ്ഥാനത്ത് 1.73 ഇടുക. ഇവിടെ എന്ത് വരും? 1.73 പ്ലസ് 1. 8നെ 1.73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഒരു നമ്പർ ഒരു ഇൻറ്റിജർ നമ്പറാണ്, 1.73 ഒരു ഡെസിമൽ നമ്പറാണ്. സോ ഒരു ഡെസിമൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഡെസിമൽ കണക്കാക്കാതെ, ഡെസിമൽ ഒഴിവാക്കിയാൽ ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ വായിക്കാം? 173 173 എന്ന് വായിക്കാം. ആ 173നെ ഈ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ. മൾട്ടിപ്ലൈ 3 8s are 24, 2 will be carried forward, 7 8s are 56, 56 plus 2 58, 5 will be carried forward, 1 8s are 8, 8 plus 5 13. So നമുക്ക് 1384 കിട്ടും. ഇനി നമുക്ക് ഡെസിമൽ പോയിന്റ് ഇടാം. പോയിന്റ് കഴിഞ്ഞ് 2 ഡെസിമൽ പാർട്ട് ഉണ്ട്. സോ എവിടെ പോയിന്റ് ഇടണം? 84ന് മുന്നേ പോയിന്റ് ഇടണം. സോ വി ഗെറ്റ് 13.84 ബൈ 1.73 പ്ലസ് 1 1.73 പ്ലസ് 1. 1 എവിടെ എഴുതും? വെറും സിംപ്ലി 1 എന്ന് പറഞ്ഞാൽ 1.00 എന്ന് അർത്ഥം. ഓക്കെ, സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.73 കിട്ടും. സോ 13.84 ഡിവൈഡഡ് ബൈ 2.73. മുകളിലും താഴെയും പോയിന്റിന് ശേഷം 2 നമ്പേഴ്സ് വെച്ചാണുള്ളത്. സോ നമ്മൾ മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബിക്കോസ് 100-നകത്താണ് 2 സീറോസ് ഉള്ളത്. സോ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പോയിന്റ് 2 പ്ലേസ് റൈറ്റിലോട്ടേക്ക് മാറുന്നതാണ്. സോ അങ്ങനെ പോകുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറും ഉണ്ടാവില്ല. സോ നമുക്ക് മുകളിലത്തെ നമ്പറിനെ എങ്ങനെ എഴുതാം? 1384 എന്ന് എഴുതാം. താഴത്തെ നമ്പറിനെ 273 എന്ന് എഴുതാം. ഓക്കെ, ഇനി 1384നെ 273 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. വാട്ട് യു ഗെറ്റ്? 1384 ഡിവൈഡഡ് ബൈ 273. സോ നമ്മൾ 1384ന് താഴെയുള്ള 273ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കുക. ഓക്കെ, സോ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. 5 × 3 15, 1 5 × 7 35 plus 1 36, 3 5 2s 10, 10 plus 3 13. സോ 1384 ഇവിടെ 1365 ഇതിന്റെ തൊട്ട് താഴെയുള്ള മൾട്ടിപ്പിൾ ആണ്. സോ ഇനി 1384ന് 1365 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വാട്ട് യു ഗെറ്റ്? 14 അല്ല, ഇവിടെ നമ്മൾ 14 എഴുതും, ഇവിടെ 7 വരും. സോ 14 മൈനസ് 5 9 വരും, 7 മൈനസ് 6 1 വരും, 3ൽ നിന്ന് 3 പോയ 0, 1ൽ നിന്ന് 1 പോയ 0. സോ 19 കിട്ടും. നമുക്ക് ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യാം. നമ്മളപ്പോൾ 0 ഇടും. സോ പോയിന്റ് ഇടും. അപ്പോൾ 190 നമ്പർ കിട്ടി. 190 273നേക്കാളും ചെറുതാണ് ആണല്ലോ. സോ നമ്മൾ ഒരു 0യും കൂടി ഇടണം. സോ ഒരു 0 ഇവിടെ ഇടും. ഓക്കെ, ഇനി നമ്മൾ ഈ 1900ന് തൊട്ട് താഴെയുള്ള 273ന്റെ മൾട്ടിപ്പിൾ വേണം എഴുതാൻ. സോ നമുക്ക് 8 കിട്ടും. 8 × 3 8 × 3 24, 2 8 × 7 56, 56 plus 2 58, 5. സോ ഇവിടെ 8 ചെയ്യുമ്പോൾ നമുക്ക് 1900നേക്കാളും വലിയ നമ്പറിലേക്കാണ് പോവുക. സോ 6 ചെയ്യും. സോ 6 ചെയ്യുമ്പം 6 3s are 18, 1 6 7s are 42 plus 1 43, 4 6 2s are 12 plus 4 16. ഓക്കെ, മതി. നമുക്ക് 2 പ്ലേസ് കിട്ടിക്കഴിഞ്ഞു. സോ വി ക്യാൻ ആൻസർ 5.06 സെന്റിമീറ്റർ സ്ക്വയർ എന്ന ആൻസർ കിട്ടും. ടൈം അനുസരിച്ചിട്ട് ഈ പാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഏരിയ വരുമ്പോൾ 8 √3 ബൈ √3 പ്ലസ് 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. 5.06 എന്ന ആൻസർ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ടൈമിനനുസരിച്ച് ചെയ്യുക. സോ √3യുടെ വാല്യൂ നമുക്കറിയാം. 1.73 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും. 2018-19 സെക്കൻഡ് ടേമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ട്രയാങ്കിൾ ABC, AB is equal to 12 centimeter, angle A is equal to 30 degree, angle B is equal to 60 degree.
ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണം എ ബി സിയിൽ എ ബി 12 സെന്റിമീറ്റർ, കോൺ എ 30 ഡിഗ്രി, കോൺ ബി 60 ഡിഗ്രി. ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. നമ്മളൊരു റഫ് ഫിഗർ വരയ്ക്കണം. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആംഗിൾ എ 30ഉം ആംഗിൾ ബി 60ഉമാണ് തന്നിരിക്കുന്നത്. രണ്ടും കോമൺ ആംഗിൾസ് ആണ്. സോ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. റഫ് ഫിഗർ മതി. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ സി ആണ് 90 ഡിഗ്രി ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആംഗിൾ സി നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. ഇത് എ, ഇത് ബി. ഓക്കെ, സോ ആംഗിൾ എ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബി 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എ ബി 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ സി 90 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫോർമുല ഹാഫ് ബി എച്ച് തന്നെയാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ is equal to half BH. That is equal to right triangle half into base എന്താണ്? AC ആണ് ബേസ്, ഹൈറ്റ് എന്താണ്? BC. ഈ ഓൾട്ടിറ്റ്യൂഡ് ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈറ്റ് വരും. സോ AC-യുടെയും BC-യുടെയും ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ നമുക്ക് ഈ തന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ്. സോ അതിന്റെ ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾസ് 30, 60, 90 ആണ്. സോ റേഷ്യോ സൈഡ്സ് 1:√3:2 ആണ്. നമുക്കറിയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് 12 സെന്റിമീറ്റർ എന്ന്. സോ 2 ആണ് 12 ആയി മാറിയത്. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2 × 6 ആണ് 12. സോ √3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 6√3 കിട്ടും. 1നെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 6 കിട്ടും. ഇനി നമുക്കത് ഫില്ല് ചെയ്യാം. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആയിരിക്കും. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിന്റെ ലെങ്ത് 6√3 സെന്റിമീറ്റർ ആയിരിക്കും. സോ വി ഹാവ് ഹാഫ് ഇൻറ്റു AC 6√3 ആണ്, BC 6 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 6√3 into 6. 6 into 6 36, 36√3. ഓക്കെ, ഇനി ഹാഫ് ഓഫ് 36 18 ആണ്. സോ 18√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഒരു SSLC ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ AB is equal to 12 സെന്റിമീറ്റർ, ആംഗിൾ B 30 ഡിഗ്രി. What is the length of AD? So this is D. Okay, what is the length of AD? If BC is equal to 15 centimeter, find the area of the triangle. ചിത്രത്തിൽ AB 12 സെന്റിമീറ്റർ, ആംഗിൾ B 30 ഡിഗ്രി ആയാൽ ADയുടെ നീളം കാണുക. BC 15 സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് ആദ്യത്തെ 1 by 1 ആയിട്ട് വേണം ആൻസറിലേക്ക് പോകാൻ. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AD. ADയുടെ നീളം കാണും. സോ AD വരച്ച സമയത്ത് 2 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ടായി. അതിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ആണ് നമുക്ക് ആംഗിൾ മെഷറും സൈഡ് മെഷറും അറിയുകയുള്ളൂ. സോ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതാണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ ADB. ഈ ട്രയാങ്കിളിന്റെ മാത്രമാണ് ഒരു ആംഗിൾ നമുക്കറിയുള്ളൂ, ഒരു സൈഡും നമുക്കറിയുള്ളൂ. സോ ഇൻ ട്രയാങ്കിൾ ADB ഒരു ആംഗിൾ 30 ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഏത് ഫോമിലായിരിക്കും? 30, 60, 90. സോ റേഷ്യോ സൈഡ്സ് എന്താ? 1:√3:2. നമുക്കറിയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് 12. സോ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 90യുടെ നേരെ താഴെ 12 എഴുതാം. 2 12 ആയി മാറിയത് ഇൻറ്റു 6 ചെയ്തപ്പോഴാണ്. സോ √3നെ ഇൻറ്റു 6 ചെയ്യുക, 6√3 വരും. 1നെയും ഇൻറ്റു 6 ചെയ്യുക, 6 വരും. സോ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 6 എന്ന് വരും ഫിഗറിനകത്ത്. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതാണ് 60 വരുന്നത്. അങ്ങനെയാണെങ്കിലാണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിയാൽ 180 ആവുള്ളൂ.
60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ബി ഡി ആണ്. ബി ഡിയുടെ ലെങ്ത് നമുക്ക് കിട്ടുക 6√3 ആണ്. ഓക്കെ, ഇനി 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന 12 ഓൾറെഡി മാർക്ക് ചെയ്തു. സോ നമുക്ക് കാണാൻ പറഞ്ഞ എ ഡിയുടെ ലെങ്ത് ആയിരുന്നു. സോ വി ക്യാൻ ആൻസർ ദ ഫസ്റ്റ് വൺ. എ ഡി ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഓക്കെ, ഇനി രണ്ടാമത്തത്. ഇഫ് ബി സി ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. ബി സിയുടെ ലെങ്ത് 15 സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി is equal to half BH. So ചിത്രം നോക്കിയിട്ട് ബേസ് ഏതാ നോക്കൂ. ഹാഫ് ഇൻറ്റു ബി സി ആണ് ബേസ്. ഹൈറ്റ് എ ഡി തന്നെ പെർപെൻഡിക്കുലർ. സോ ഹാഫ് ഇൻറ്റു ബി സിയുടെ ലെങ്ത് എന്തായിരിക്കണം എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 15. സോ ബി സിയുടെ താഴെ 15 എഴുതാം. എ ഡിയുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു 6 ആണെന്ന്. സോ ഹാഫ് ഓഫ് സിക്സ് നമുക്കറിയാം 3 ആണെന്ന്. സോ ഹാഫ് ഇൻറ്റു 6 ചെയ്യുമ്പോൾ 3 വരും. 3 into 15. What is 3 into 15? 45. So അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? 45 സെന്റിമീറ്റർ സ്ക്വയർ. ബി സി 15 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 45 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. SSLCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ. തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. സോ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ആംഗിൾ 120 ആണ്. അപ്പോൾ 120 ആണെങ്കിൽ നമ്മുടെ കയ്യിൽ കോമൺ ആംഗിൾസ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. ആണല്ലോ. സോ 120 ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്താണെന്ന് പറയാൻ കഴിയുമോ? ഈ രണ്ട് ആംഗിൾസിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 6ഉം ഒന്ന് 8ഉം. രണ്ടും ഡിഫറെന്റ് ആണ്. സോ നമുക്ക് ഇത് എത്രയാകുമെന്ന് പറയാൻ കഴിയില്ല. രണ്ടും സെയിം ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും സെയിം ആയിട്ട് വരും. അതിന്റെ സമ്മ് 60 വരണം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസും എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അറിയാത്ത രണ്ട് ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആ രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഈ തന്ന ട്രയാങ്കിളിൽ ഈ ആംഗിൾ 120 ആയതുകൊണ്ടാണ് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ നമുക്ക് റൈറ്റ് ട്രയാങ്കിളിലേക്ക് കണക്ട് ചെയ്യാം. സോ നമ്മൾ ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം ഞാനിതിനെ. സോ 120 റഫ് ഫിഗർ വരയ്ക്കുന്നത്. ഈ ട്രയാങ്കിളിന് നമുക്ക് പേര് കൊടുക്കാം എ ബി സി. ഇതിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്നത് ആംഗിൾ ബി 120 എന്ന് തന്നിട്ടുണ്ട്. എ ബിയുടെ ലെങ്ത് 6 ആണെന്ന് തന്നിട്ടുണ്ട്. ബി സിയുടെ ലെങ്ത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു നമുക്ക് ഈ രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഈ രണ്ട് സൈഡും ഈക്വൽ അല്ല. ഈക്വൽ ആയിരുന്നുവെങ്കിൽ നമുക്ക് 30 എന്ന് പറഞ്ഞ് എഴുതാമായിരുന്നു. ഇത് ഈക്വൽ അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ല. സോ നമ്മൾ ഇതിനെ ഒരു റൈറ്റ് ട്രയാങ്കിളിലേക്ക് കണക്ട് ചെയ്യണം. റൈറ്റ് ട്രയാങ്കിളിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബി സിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ആ എക്സ്റ്റെൻഡഡ് ലൈനിലേക്ക് വരയ്ക്കും. പെർപെൻഡിക്കുലർ വരച്ചത് കാരണം ഇതെന്താണ്? 90 ഡിഗ്രി ആണ്. സോ നമുക്ക് ഇതിന് ഡി എന്ന് പേര് കൊടുക്കാം. സോ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ട്രയാങ്കിളും വലിയൊരു ട്രയാങ്കിളും ആണ് കിട്ടിയിരിക്കുന്നത്. റൈറ്റ് ട്രയാങ്കിളിൽ ഒരു ചെറിയ ട്രയാങ്കിളും ഒരു വലിയ ട്രയാങ്കിളും കിട്ടി. ഏതാണ് വലിയ ട്രയാങ്കിൾ? എ ഡി സി. ചെറിയ ട്രയാങ്കിൾ ഏതാണ്? എ ഡി ബി. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കണം ആദ്യം. സോ ഇവിടെ 120 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും പറയാൻ കഴിയുമോ? ലീനിയർ പെയർ ആണ്. സോ ഈ ആംഗിൾ എന്തായിരിക്കണം? 60 ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. സോ നമുക്ക് ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ഡി ബി. ട്രയാങ്കിൾ എ ഡി ബിയിൽ ഒരു ആംഗിൾ 60 ആണ്. അത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് എങ്ങനെയായിരിക്കും? 30, 60, 90 ആയിരിക്കും. സോ റേഷ്യോ ഓഫ് സൈഡ്സ് എന്താ വരിക? 1:√3:2 ആണ്. നമുക്കതിൽ അറിയുന്നത് ആ ട്രയാങ്കിൾ എ ഡി ബിയിൽ നമുക്ക് അറിയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് അറിയുന്നത്. അത് എത്രയാണ്? 6 ആണ്.
സോ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 90ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കുള്ള വാല്യൂ 2 ആണ്. 2 6 ആവുന്നു. 2 6 ആവുന്നു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. സോ √3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3√3 കിട്ടും. 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടും. സോ നമുക്ക് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യാം. 1ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ADB ചെറിയ ട്രയാങ്കിളില് 1ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 3 മീൻസ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതാണ് 30 വരും. ഓക്കെ, 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 3 വരും. ഓക്കെ, 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 3√3 വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിൾ ABCയുടെ ഏരിയ ആണല്ലോ. സോ നമുക്ക് അത് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ is equal to half BH ആണ്. So that is half into what is base of this triangle? ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളിന്റെ ബേസ് എന്താണ്? BC ആണ്. What is the height of this triangle? AD ആണ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണല്ലോ. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് AD ആണ്. So height is AD. So half into BC നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 8 ആണെന്ന്. AD നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു 3√3 ആണെന്ന്. സോ നമുക്ക് ആൻസർ കിട്ടി. ഹാഫ് ഓഫ് 8 4 ആണ്. സോ 4 into 3√3, 4 into 3 12. സോ 12√3 cm² ആണ് ആൻസർ.